ഹായ് ഗായ്സ്, അപ്പോൾ അതേ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ സൺഡേ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ കാണുന്നത് ചിലപ്പോൾ അടുത്ത സൺഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിഷ്ണുവിനെ എണീപ്പിച്ചിട്ടുണ്ട്. പാണ്ടുകൊണ്ട് കൂടെ കെട്ടിപ്പിടിച്ചടക്കാണ്. പോകണ്ടേ? പാണ്ട് കണ്ണു തുറന്നെടുക്കാട്ടോ. പിന്നെ അതേ ഞാൻ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചു. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് വേഗം പോവാട്ടോ. ഫിഷിങ്ങിന് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പം നമ്മൾ ചെമ്മീൻ മേടിക്കാൻ കയറിയത് ചെറായിലത്തെ ഒരു മാർക്കറ്റിൽ നിന്നായിരുന്നു. ചെറായിലത്തെ ഒരു മാർക്കറ്റിൽ നിന്നായിരുന്നു നമ്മൾ മീൻ മേടിക്കാൻ കയറിയത്. അങ്ങനെ ചെമ്മീൻ അവിടെ നിന്ന് മേടിച്ചു കുറച്ച്. സോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നേക്കുന്നത് മുനമ്പത്താണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നോ നമുക്ക് നോക്കാം. അപ്പോൾ അതേ വിഷ്ണുവേട്ടൻ ഓരോന്നും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. ഇവിടെ എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആരുമില്ല, അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഇവിടെ ഒരാൾ കണ്ടു. അതെ, അവൾ ഓടില്ല പൂച്ച. ഹലോ, അത് പോയി. ഗൈസ്, ഇവിടെ കുറേ ചേട്ടന്മാരെന്തോ ചെയ്യുന്നുണ്ട്. എനിക്കെന്താണെന്നറിയില്ല, നോക്കാം. ഇതപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞത് അവരവിടെ ചീനവല റെഡി ആക്കിക്കൊണ്ടിരിക്കണേണ്. അതിൻ്റെ ഓരോ പോസ്റ്റ് പോലത്തെ സാധനമില്ലേ, അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ് അവരെല്ലാവരും കൂടെ. ഇതിവിടെ ചേട്ടന്മാർ ഇട്ടിട്ട് പോയ വല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. മോനൊരു കുഞ്ഞും ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട്. കുഞ്ഞു കറുപ്പ് നമ്മൾ റിലീസ് ചെയ്യൂട്ടാ. ഇപ്പം അത്യാവശ്യം കുറച്ചധികം പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അവിടെയൊക്കെ ആയിട്ട് ഓരോരോ മീൻ അടിക്കുന്നുണ്ട്. നമുക്ക് 2 ഹമൂറാണ് അടിച്ചിരിക്കണേ. പിന്നെ അത്ര വലിയ ആക്ഷനൊന്നും കിട്ടിയില്ല. നമുക്ക് നോക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ പോവും. ഭയങ്കര വെയിലായി തുടങ്ങുന്നുണ്ട്. ഇവരിവിടെ വലയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ തന്നെയാണ് ഇവർ. വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, നേരത്തെ കണ്ട ആൾക്കാരല്ല ഗൈസ്, സോറി, ഇത് വേറെ ടീംസാണ്. അപ്പം നമുക്കൊരു കുഞ്ഞു മീനെ കിട്ടി. എന്താ, ഫിംഗർ മാർക്കോ? ഫിംഗർ മാർക്ക്. അപ്പോൾ നമുക്ക് 3 മീനാണ് കിട്ടിയേക്കണത്. വേറൊരു ഹമൂറിൻ്റെ കുഞ്ഞിത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര തീരെ കുഞ്ഞായതുകൊണ്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇത്രയും കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്, കാരണം വെയിലൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പിന്നെ കാണാവേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഏകദേശം 10 മണിയോട് അടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ചായക്കടയിൽ കയറി കാലത്തെ തന്നെ പൊറോട്ടയും ബീഫും തട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊറോട്ടയും ബീഫും, എനിക്കൊരു കട്ടൻ ചായ പറഞ്ഞു. ഇഷ്ടമാണ്, ചായ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതേ നമ്മൾ ചൂട് പൊറോട്ടയും ബീഫും കൂടി അങ്ങ് കഴിച്ചു രാവിലെ തന്നെ. പാണ്ടുന്ന് ഉറക്കണേണ് ഗൈസ്. പാണ്ടു പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തിട്ട് വന്നപ്പോൾ പാണ്ടു കണ്ണുറന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് റെഡിയായി ഇറങ്ങി. നമുക്കൊരു ഹൗസ് വാമിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആലുക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനും വിഷ്ണുവേട്ടനും. ഇതാണ് പെരവാസൂല് വീട് കേട്ടോ. ഹൗസ് വാമിങ്ങിനുള്ള വീട് ഇതാണ്. ഫുഡും കാര്യങ്ങളും ഇവിടെയാണ്. അപ്പോൾ അധികം അങ്ങനെ ആരും എത്തിയിട്ടൊന്നുമില്ല, അധികം ആർക്കും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളും പിന്നെ അപ്പാപ്പനുണ്ട്. ഇതാണ് വീടിൻ്റെ ഓണർ, ഇന്ദിര ചേച്ചി എന്ന് പറയും. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ ഒക്കെ പഴയ വീടിൻ്റെ അടുത്തുള്ള വീടാണ്.
അപ്പോൾ അതേ നല്ലൊരു കുഞ്ഞു വീട് അത്യാവശ്യത്തിന് ഹോള് 2 റൂം, ഒരു അടുക്കള, ഒരു ബാത്റൂം. അപ്പോൾ അതേ ജ്യൂസൊക്കെ തന്നു. അങ്ങനെ അതേ ജ്യൂസ് കുടിച്ചു. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാനിട്ട ചുരിദാർ ഇതായിട്ട് ഒരു ഫുൾ കൈ ഉള്ളത് ഒരു ക്രീം കളറ് ചുരിദാർ. ഇത് അടുക്കള. അപ്പോൾ പാലുകാച്ചൽ വ്യാഴാഴ്ച കഴിഞ്ഞിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ സൺഡേ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അപ്പുറത്ത് പപ്പടം പഴം പായസമായിരുന്നു. അപ്പോൾ അതേ കറികളെല്ലാം വന്നു. അങ്ങനെ ചോറ് തിന്നാനായിട്ട് ഞങ്ങൾ ഇരുന്നു. അപ്പോൾ അതേ ഓക്കെ എന്നാൽ ചോറൊന്ന് കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് സദ്യയായിരുന്നു, പപ്പടം പഴം പായസമായിരുന്നു. അതൊക്കെ കഴിച്ച് ഇതേ നമ്മൾ പോരാണെന്നല്ല വീടെത്താറായി. അപ്പം ഇനി കടയിൽ കയറണം, പിന്നെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ ചായ കുടിക്കാൻ നേരത്തെ എണീക്കണം. അപ്പം ചായ കുടിക്കാൻ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ അതേ ഞാനങ്ങനെ പാല് മേടിക്കാനായിട്ട് കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ചൂടും കൊണ്ടൊക്കെ വണ്ടിയിൽ പോയി വന്നപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതിന്. പിന്നെ അതേ ചുരിദാർ വെറുതെ ഇറക്കിയതാണ്. അപ്പോൾ ഒക്കെ പാലൊക്കെ മേടിച്ചു. അപ്പോൾ അതേ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാടത്ത് നമ്മുടെ സൈഡിലെ പാടമാണ്. അപ്പോൾ അങ്ങടേക്ക് നടക്കാൻ വന്നാണ് പാണ്ഡുവിനായിട്ട്. അപ്പോൾ അതേ ഇവിടെ അടിപൊളി ഒരു പൂവുണ്ട് കേട്ടോ. ഈ പൂ മിക്കപ്പോഴും ഇവിടെ നിന്ന് നടക്കാൻ വരുമ്പോൾ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അതേ പാണ്ഡു നടന്നുകൊണ്ടിരിക്കാം. ബ്രൗണി ഉണ്ട് കൂടെ. ബ്രൗണി മുമ്പിലേക്ക് പോയിട്ട് ഞങ്ങളെ കാണാണ്ടായപ്പോൾ ബാക്കിലേക്ക് നോക്കി നിൽപ്പുണ്ട്. ബ്രൗണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ തന്നെയുള്ള ഒരു പട്ടിയാണ്. അതാരുടെയും സ്വന്തം പട്ടിയൊന്നുമല്ല. അതേ പാണ്ഡു വിഷ്ണാണ്ടും കൂടെ നടക്കണം. പാണ്ഡു 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 വിളിച്ചപ്പോൾ നോക്കിയില്ല. പാണ്ഡു ഇപ്പം പാടത്ത് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ കിടക്കണ കാരണം അവിടെ കുറേ ചേട്ടന്മാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. വേറെ കുറേ പിള്ളേർ ഇതവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നു, എൻ്റെ കൂടെ ഇവിടെ ഇരുന്നു ദേ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു. പാണ്ഡു അപ്പം നമ്മൾ നടക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പാണ്ഡുവിൻ്റെ ദേ മുടി ചീവി കൊടുക്കാതെ ഇപ്പം ഇന്നലെ മേടിച്ച പുതിയ ചീപ്പ അവിടെ ഇരിക്കേ. അതെ അത് ഭംഗിയായിട്ട് വരയ്ക്കുന്നു. ഇടക്കിടക്ക് വാരണം. ഇപ്പോൾ പാണ്ഡുവിന് മുടി വെട്ടിയിട്ട് ഇപ്പം ഏകദേശം എത്ര മാസമായി? 3 മാസമായോ? 2 മാസമാണോ? 2 മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട്. സെറ്റാവും അല്ലേ പാണ്ഡു? പാണ്ഡു എടി സുണ്ടി പാണ്ഡു, സുണ്ടു പാണ്ഡു. ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയിടും വിളക്കിത സാവധാനമടിയൻ കൊടുത്തിനെ അല്പമെങ്കിൽ. പിന്നെ ഞാൻ നാമഞ്ചൊല്ലി കഴിഞ്ഞ് ടി വിയിൽ ഒരു സിനിമയും വെച്ച് ഉപ്പുമാവും പഞ്ചസാരയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനും വിഷ്ണുവിനും കൂടെ തക്കാശി മന്തിയിൽ പോയിട്ട് അൽഫാം മന്തി മേടിച്ചു. പെരി പെരി അൽഫാം മന്തിയാണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.